racing, it's life. Anything that happens before or after, it's just waiting. In today's episode of Launchpad, we dive straight into the heart of racing with go-karting. Car racing is celebrated as one of the greatest sporting events in the world. Powerful engines, big brands, larger-than-life racers and beautiful race circuits add to the glitz and glamour of these events. Karting is oftentimes the stepping stone to a successful racing career. Get through! Whoever has the inside line, is they going to come together? Yes, they In fact, racing legends like Michael Schumacher, Mika Häkkinen and Lewis Hamilton trained in these before starting their professional career. International അറീനയിൽ കോമൺ ആയിട്ട് അറിഞ്ഞപ്പെട്ട ഗോ കാർട്ടിംഗ് ഇന്നിപ്പോൾ നമ്മുടെ സ്വന്തം കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. യെസ്, നൗ വി ആർ അറ്റ് സ്പീഡ്വേ കൊച്ചി അറ്റ് ഇൻഫോ പാർക്ക് കാക്കനാട്. With a track length of 400 meters, multiple go-karts, professional trainers and nestled amongst scenic greenery, Speedway Kochi is a dream come true for racing enthusiasts. Speedway is the first and only go-karting track in Kerala, now launched in Kochi. To learn more about go-karting and racing, ഇപ്പോൾ നമ്മളുടെ കൂടെ സ്പീഡ്വേ കൊച്ചിൻ്റെ മാനേജിംഗ് പാർട്ട്ണർ ജോസഫ്. സോ ജോസ്, ടെൽ മീ, ഈ ഗോ കാർട്ടിംഗ് എക്സ്പീരിയൻസ് എന്താണ് ശരിക്കും? ഇപ്പോൾ മോട്ടോർ സ്പോർട്ടിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗോ കാർട്ടിംഗ് ആണ്. Okay. സോ എനിബഡി ഹൂസ് ഇൻട്രസ്റ്റഡ് ഇൻ റേസിംഗ് ഓർ മോട്ടോർ സ്പോർട്ട് ആക്ടിവിറ്റീസ് എന്തായാലും ഗോ കാർട്ടിംഗ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ദം ടു സ്റ്റാർട്ട്. അപ്പോൾ വാട്ട് ഈസ് ദി ഇൻസ്പിറേഷൻ ഫോർ യു ടു സ്റ്റാർട്ട് ദിസ് ഇൻ കൊച്ചി? ആദ്യമായിട്ട് ഈ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്തായിരുന്നു? കേരളത്തിൽ തന്നെ ഫസ്റ്റ് അതെ. അപ്പോൾ എന്തായിരുന്നു ഈ ഇൻസ്പിറേഷൻ? ഐ എം എ ട്രൂ മോട്ടോർ സ്പോർട്ട് എന്തൂസിയാസ്റ്റ് ആൻഡ് ഐ ഫോളോ ഫോർമുല 1 ലൈക്ക് എനിത്തിങ്. സോ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ട്രാക്കില്ല, ബാക്കി പാഷനാണ് ശരിക്കും. പാഷനാണ്. ഓ, ദാറ്റ്സ് നൈസ്. ബാക്കി എല്ലായിടത്തും ട്രാക്സ് ഉണ്ട്. യു സി കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ദേ ഹാവ് മോർ ട്രാക്സ്. നമ്മുടെ നാട്ടിൽ ട്രാക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഇത്. That's a great. How's the response been here? തുടക്കത്തിൽ നമുക്കെല്ലാം ന്യൂ കസ്റ്റമേഴ്സാണ്, ബട്ട് ദേ ബിക്കം റെഗുലർ ആഫ്റ്റർ വി ടെലിംഗ് ദം വാട്ട് ഇസ് ഗോ കാർട്ടിംഗ്. ആഫ്റ്റർ നോയിങ് ഗോ കാർട്ടിംഗ് ദേ ബിക്കം റെഗുലേഴ്സ്. So once you start driving this, you get addicted to this. It's very simple. It only has an accelerator and brake, so it's very simple. Anybody can drive. Anybody above 8 years can drive. Just like any sport പോലെ നമുക്ക് ചെയ്യാൻ. Bowling അങ്ങനത്തെ എല്ലാ സ്പോർട്ടും പോലെ anybody can try this. It's total fun. Right, okay. And coming to the cost, like what is the cost right now of this particular thing? Like Now we are running on an offer. It's like 275 for 8 laps. okay. അല്ലെങ്കിൽ our normal rates are 300 for 6 laps. Okay. From സ്റ്റുഡൻസിന് വേണ്ടി ഒരു പാക്കേജ് ആണ് ഇപ്പോൾ.
Tell me something about the go-karts themselves. From നമ്മൾ ബേസിക്കലി ഇവിടെ യൂസ് ചെയ്യുന്നത് 200cc കാർട്സ് ആണ്. ദീസ് ആർ ബേസിക് റെന്റൽ കാർട്സ്. അപ്പം റേസിന് യൂസ് ചെയ്യുന്നതും ഇതേ സെയിം കാർട്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. മോർ കാർട്സ് ആർ കമ്മിങ്, 2-seater കാർട്സ് വരുന്നുണ്ട്. പിന്നെ 8 yearsന്റെ ബിലോയില് കിഡ്സിന് ഓടിക്കാൻ വേണ്ടി കാർട്സും വരുന്നുണ്ട്, ചിൽഡ്രൻസ് കാർട്സ്. അതെ അതെ, കാരണം കാർട്ടിംഗ് എന്ന് പറയുമ്പോൾ യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം 8 years to become a professional. Oh, okay. So that's the whole thing. It's a professional training ground പോലെ. അതെ അതെ അതെ. Nice, okay. കാർട്ടിങ്ങിന് പ്രത്യേകിച്ച് ഒരു ഏജോ ഒരു പ്രായമൊന്നുമില്ല. ദിസ് ഈസ് എ സ്പോർട്ട് ഫോർ ബോത്ത് യങ് ആൻഡ് ദി ഓൾഡർ ലൈക്ക്. I have here with me a couple of teenagers, who race, who love racing and karting. അവന് സ്കൂൾ ടൈം കഴിയുമ്പോൾ അവർ എപ്പോഴും വന്ന് റേസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു one young driver who's with us right now is Steve. അപ്പോൾ Steve, tell me, how old are you? 13 years old. And is this your first time here? How many times have you been here? First time here. How was your first experience? Did you like it? I loved it. Lot of fun? Lot of fun. So yeah, Steve had a lot of fun with us. So now tell me, is this your first experience too? No, I've been in Bangalore. Okay, you've been before to Bangalore. Okay, nice. So how did you like it here? How do you like this track? Really good. Really good track. Okay, that's nice. And do you have a favorite racer? Lewis Hamilton. That's nice. So Lewis Hamilton fans are right now. They had a great time at Speedway Cochin. ഇവിടെ തന്നെ വേറെ ഏതെങ്കിലും കോമ്പറ്റീഷൻസ് എന്തെങ്കിലും വെക്കാറുണ്ടോ? അപ്പം 2 ഇവന്റ്സ് കഴിഞ്ഞു. ഒരെണ്ണം മോട്യൂൾ കാർട്ടിംഗ് ചലഞ്ച് എന്നൊരു ഇവന്റ് ആയിരുന്നു. പിന്നെ സെന കപ്പ് 2014. That was a remembrance of a Formula 1 driver, Ayrton Senna. The last event was motorwheel karting. അപ്പോൾ ഇതിനൊക്കെ compete ചെയ്യാൻ വരുന്ന ഈ ഡ്രൈവേഴ്സ് ആരൊക്കെയാണ്? അപ്പം where all do they come from? They come from entire state. ഇപ്പോൾ കോഴിക്കോട് നിന്നും ട്രിവാൻഡ്രത്തിൽ നിന്നും കഴിഞ്ഞ ഇവന്റിന് വേണ്ടി ആൾക്കാരുണ്ട്. Almost 60 participants were there. Okay, അപ്പോൾ ഇത് basically ഒരു state famous course ആണ്. അതെ. Oh, that's right. Okay. Exactly. What is the fastest time that has actually been done on this track? It's actually my time, which is around 22.4 seconds. Oh, 22.4 seconds. That's great. Yeah. Okay, so racing passion മാത്രമായിട്ടല്ല, you're a great racer too. I go to Bangalore and stuff and race. Oh, okay, nice. ഗോ-കാർട്ട് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ചെറിയൊരു വണ്ടിയാണ്. 4 ചക്രമുള്ള ഒരു ചെറിയൊരു വണ്ടി, ചെറിയ എൻജിൻ, ആക്സിലേറ്റർ, ബ്രേക്ക്, ജസ്റ്റ് ഉള്ള സിമ്പിൾ ഒരു വണ്ടിയാണ്. ആൻഡ് ഇങ്ങനത്തെ ഒരു റേസിംഗ് ട്രാക്കിൽ, ചെറിയൊരു മിനിയേച്ചറൈസ്ഡ് റേസിംഗ് ട്രാക്കിൽ നമുക്കൊരു ഒറിജിനൽ റേസിംഗ് ഫീൽ കിട്ടുന്ന ഒരു വണ്ടിയാണിത്. വിച്ച് ആക്ച്വലി ഗിവ്സ് അസ് നമുക്കൊരു ചെറിയ ഇങ്ങനത്തെ ഒരു റേസിംഗ് ട്രാക്കിൽ ഒരു റേസിംഗ് എക്സ്പീരിയൻസ്, ആക്ച്വൽ F1 Formula 1 റേസസ് ഡ്രൈവ് ചെയ്യുന്ന ഒരു റേസിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ചെറിയൊരു വണ്ടിയാണ്. So for the fans of motor racing, this is the closest you can get to the real thing. അപ്പോൾ റിദാഫും സാബിക്കും ഇവിടുത്തെ ട്രെയിനേഴ്സ് ആണ്. And they'll be letting us know a little more about the car. ഇതിൽ വരുന്നത് 200cc കാർഡ്സ് ആണ്, ഇമ്പോർട്ടഡ് കാർഡ്സ് ആണ്, ഇമ്പോർട്ടഡ് എൻജിൻസ് ആണ് വരുന്നത്. അതിൽ BHP 9 BHP ആണ്. പിന്നെ വേറെ ഇത് ഈ ട്രാക്കിൽ പോകുന്നത് ഒരു 80 to 90 കിലോമീറ്റർ പോകുന്നുണ്ട്. അത്രയും റെന്റൽ കാർഡ്സ് ആണ് അത്. നോർമലി റേസിന് ഇറക്കുന്ന കാർഡ്സ് അല്ല, ട്രാക്സിൽ അത് വേറെ എൻജിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് റെന്റൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കാർഡ്സ് ആണ്. അമ്യൂസ്മെന്റ്, ഫണ്ണിന് വേണ്ടി യൂസ് ചെയ്യുന്ന കാർഡ്സ് ആണ്. അപ്പോൾ ഈ റൈഡിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? മെയിൻ സേഫ്റ്റിയാണ് ഇതിൻ്റെ മെയിൻ നോക്കുന്നത് തന്നെ നമ്മൾ. അതിൽ ഹെൽമെറ്റ് എന്തായാലും നിർബന്ധമായിരിക്കണം, ഷൂസ് നിർബന്ധമായിരിക്കണം. കാരണം ഇല്ലെങ്കിൽ കാല് തട്ടി ഇതാവാനുള്ള പ്രശ്നമുണ്ട്. കാരണം റെന്റൽ കാർഡ്സ് ആയതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് മെയിൻ റേസിൽ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. അപ്പോൾ കറക്റ്റ് ലൈനിലായിരിക്കില്ല പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രാഷസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് പിന്നെ ആൾക്കാർക്ക് ഇങ്ങനെ റൈഡേഴ്സ് ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ടോ? അതെ, ഇത് മെയിൻലി ഇത് F1 പോകുന്നതിന് മുമ്പ് എല്ലാവരും ചെയ്യുന്ന ഒരു ഇതാണ്. ഇതിനാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് ഈ കാർട്ടിങ് യൂസ് ചെയ്യുന്നത്. ഈ Formula 1 ഡ്രൈവേഴ്സ് വന്നേക്കുന്നവരെല്ലാവരും ഇതിന് കാർട്ടിങ്ങിൽ നിന്നാണ് വന്നേക്കുന്നത്. പ്രേക്ഷകർക്കായി ഡു യു ഹാവ് എനി ടിപ്സ്? ഇപ്പോൾ എങ്ങനെയാണ് സ്പീഡ് ചെയ്യുക, സ്ലോ ചെയ്യുക, എവിടെയാണ് എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും പറയാനുണ്ടോ?
ഓക്കെ, ഇത് മെയിൻ റേസിംഗ് ലൈൻസ് ആണ് ഇവർ നോക്കുന്നത്. Okay. റേസിന് നോക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ വരുമ്പോൾ നമ്മളൊരു സൈഡിലായിരിക്കും. Alright. ടേണിലൊക്കെ വരുമ്പോൾ ഔട്ട് സൈഡിൽ നിന്ന് ഇന്നർ അപ്പെക്സിലേക്ക് നമ്മൾ കയറണം. അത് Okay. അവിടുന്ന് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുന്നത് എപ്പോഴും ഔട്ടർ കർബിലേക്കായിരിക്കും. അങ്ങനെ ചെയ്താലും നമുക്ക് കാർട്ടിങ്ങിൽ ഒരു മാക്സിമം സ്പീഡ് കിട്ടുള്ളൂ. Okay. ഇല്ലെങ്കിൽ ടേണിൽ ഡ്രിഫ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതൽ, അത് നമ്മുടെ സ്പീഡ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഔട്ടർ കർവിംഗ് എടുത്തിട്ട് ഔട്ടർ കയറിയിട്ട് ഇന്നറിലേക്ക് കർവ് ഔട്ടർ കയറിയിട്ട് ഇൻ വരും. അങ്ങനെ അതൊരു സ്റ്റൈൽ. ബാക്കിൽ വരുന്ന ആള് കേറാണ്ടിരിക്കുക, അതാണ് റേസ്. റേസിന്റെ ഒരു മെയിൻ ഇത്. അപ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട് നമുക്കത് ചെയ്യാൻ. ജസ്റ്റ് ഒരു ബേസിക് ഡ്രൈവ് റേസിംഗ് മാത്രമേ ഒരു സ്ട്രാറ്റജി ഉണ്ട്. പിന്നത്തെ ആൾ മുമ്പിൽ കയറാണ്ടിരിക്കാൻ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ അത് നമ്മൾ നോക്കിയിട്ടാണ് ഓടിക്കേണ്ടി വരും. അപ്പം എപ്പോഴും ഇങ്ങോട്ടൊക്കെ നോക്കേണ്ടി വരും. ബാക്കിലേക്ക് നമ്മൾ നോക്കണം. നമുക്ക് അറിയണം എവിടെയാണ് കോമ്പറ്റീറ്റർ എവിടെ എത്തി നമുക്ക് അറിയണം. അതിന് പ്രകാരം നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട്. എവിടെ നമ്മുടെ ഒരു ലോസ് വരുമ്പോൾ അവിടെ അതെ, സെക്കൻഡ് ലൈൻസ് കീപ്പ് ചെയ്യാൻ. അപ്പോൾ ഇത് വെരി വെരി എത്ര കണ്ണവിടെ എത്ര ഫൺ ഉണ്ടെങ്കിലും അതിൽ നിറച്ചൊരു ഇത് സയൻസിന് പിന്നിലുണ്ട്. ഇത്ര നിറച്ച് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ഓടിക്കേണ്ടി വരും. സ്റ്റിയറിംഗും ഫുള്ള് നമ്മൾ തിരിക്കുകയല്ല ചെയ്യണം, അതിന് ഒരു പൊസിഷൻ ഉണ്ട്. ഓക്കെ, അതിൽ കൂടുതൽ തിരിച്ചാൽ ഓവറായിട്ട് പോകും. അപ്പോൾ പിടിച്ചിട്ട് അവിടെ ലോക്ക് ചെയ്ത് പിടിച്ച് ഹോൾഡ് ചെയ്യും. അത് ഈ പ്രാക്ടീസ് ചെയ്ത് അത് ഓക്കെ ആവുള്ളൂ. അല്ലാതെ ഫസ്റ്റ് ടൈം എന്തായാലും ആർക്കും കിട്ടില്ല. ഈ ഇവിടുത്തെ ഈ ട്രാക്കാണ്, ഈ ട്രാക്കിൽ ഓടിച്ചാൽ വേറെ ട്രാക്കിൽ ഓടിക്കാൻ പറ്റും. ആ രീതിയിലാണ് ജോസ് ചെയ്ത് ഫുൾ ട്രാക്ക്. ഓക്കെ, സൺ ഹസ് സെറ്റ്, രാത്രിയായി, എന്നിട്ടും ദ ട്രാക്ക് ഇസ് സ്റ്റിൽ ലൈവ്. ദിസ് ട്രാക്ക് ഇസ് ഓപ്പൺ ടിൽ 11 PM. 11 AM to 11 PM. That is their time of operation. Now with us we have a young racer. Hi Varun. Hi. Appo tell me Varun, who introduced you to racing? My cousin Ajay Nambiar introduced me. Okay, so he must be a Great fan. of racing and everything. ഞാൻ എൻ്റെ ഈ റേസിംഗ് തുടങ്ങിയത് 1 to 2 years ബാക്ക്. Okay. എവിടെയൊക്കെ റേസ് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഈ ട്രാക്കിലാണ്ട് വേറെ എവിടെയും റേസ് ചെയ്തിട്ടുണ്ട്? ബാംഗ്ലൂർ റേസ് ചെയ്തിട്ടുണ്ട്. ഈ ട്രാക്കിലാണ് എത്ര വർഷം ഇപ്പോൾ? 10th ടൈം ആണ് ഇവിടെ വന്ന് റേസ് ചെയ്യുന്നത്. ഹൂസ് യുവർ റോൾ മോഡൽ? ഇപ്പോൾ ഫോർമുല 1 ആകുമ്പോൾ Michael Schumacher. Okay, nice. Okay, nice to meet you, Varun. Thank you. Happy racing. Yeah. It may not be too long before we can get our very own Michael Schumacher from Kerala. The passion for racing is ever increasing day by day, and racetracks like this are likely to spread all over Kerala. Yes, Speedway Kochi is a harbinger of good times to come. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ലോഞ്ച് പാഡിൻ്റെ ഒരു ഹാർട്ട് റേസിംഗ്, പൾസിംഗ് ആൻഡ് ത്രില്ലിംഗ് എപ്പിസോഡ് has come to an end. Catch me again next week when I'll bring you even more innovative products and services. This is Matthew John signing off.